വീണ്ടും സൺഡേയിലൊരു വ്ളോഗാണ് കേട്ടോ. സൺഡേയിലെ കുക്കിങ്ങും കാര്യങ്ങളൊന്നുമല്ല, പുറത്ത് പോകുമ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. പിന്നെ കുറച്ച് വിശേഷങ്ങളും കേട്ടോ. ഇവിടെ ഇപ്പോൾ ദുബായിൽ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ മക്കൾക്ക് വീട്ടിലിരുന്നിട്ട് ബോറടിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. സൺഡേ ആകുമ്പോഴാണ് നമ്മളൊന്ന് പുറത്തിറങ്ങുക. മൂത്താൾ പിന്നെ കുറച്ച് വലിയ ആളായതുകൊണ്ട് തന്നെ പാർക്കിലൊക്കെ പോകാറുണ്ട് കേട്ടോ. ചെറിയ ആൾ സൺഡേ ആവാനായിട്ട് വെയിറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ എല്ലാ ദിവസവും എൻ്റെ അടുത്ത് ചോദിക്കും നാളെ സൺഡേ ആണോ നാളെ സൺഡേ ആണോ എന്ന്. ഹസ്ബൻഡ് ഒഴിവുള്ളപ്പോഴല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ സൺഡേയിൽ വൈകുന്നേരം ഏകദേശം ഒരു 6:30ക്കാണ് പുറത്ത് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ രാത്രിയാവാൻ നല്ലോണം ലേറ്റ് ആവുന്നുണ്ട് കേട്ടോ. ദിവസത്തിന് നീളം കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 6:30-7 മണി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇരുട്ടാവുന്നില്ല. അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ ഡേറ്റ്സ് ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ. അധികം പൊക്കല്ലാത്ത മരത്തിമ വരെ നിറയെ ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു. നമുക്കൊക്കെ പൊട്ടിക്കാവുന്ന അത്രയും ദൂരത്തിൽ. പിന്നെ നമ്മളെന്നും സൺഡേയിൽ വീട്ടിൽ ചായ ഉണ്ടാക്കിയാലും വൈകുന്നേരം ഒരു ചായ കുടിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രവാസത്തിലെ എൻ്റെ സന്തോഷങ്ങളെന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചുറ്റിനുള്ള ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക, അതാരെയും വേദനിപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതല്ലേ. ഇപ്പോൾ എനിക്കൊരു പൂച്ചനെ കണ്ടാലും ഒരു ചായ കുടിക്കാൻ പോയാലൊക്കെ ഭയങ്കര സന്തോഷം കിട്ടാറുണ്ട്. പിന്നെ ഒരവസാന സമയത്ത് കുറ്റബോധമില്ലാതിരിക്കാൻ ഞാൻ ആരെയും വേദനിപ്പിക്കുന്നില്ല, ആരെയും ഹേർട്ട് ചെയ്യുന്നില്ല. നാളെ എൻ്റെ മക്കളിലോട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളുടെ കർമ്മ ഇട്ട് കൊടുക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ശരിക്കും കുറേ കാര്യങ്ങൾ എൻ്റെ ജീവിത സാഹചര്യം കൊണ്ട് തന്നെ പഠിച്ചുകൊണ്ട് തന്നെ കുറേ തിരിച്ചറിവുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന പോലെ കേട്ടോ. അപ്പോൾ ആരെയും വേദനിപ്പിക്കാതെ ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ചെറിയ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താ പറയുക, മരണം എന്നുള്ളത് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. നമ്മൾ ഒരുപാട് നേടാനായിട്ട് പല ആളുകളെയും വേദനിപ്പിക്കുമ്പോഴും പറ്റിക്കുമ്പോഴും ചതിക്കുമ്പോഴൊക്കെ നാളെ അത് അനുഭവിക്കാനായിട്ട് നമ്മളുണ്ടാവുമോ? ഇനി ഉണ്ടായാൽ തന്നെ നമ്മളത് നമ്മുടെ മക്കളിലോട്ട് ആ ഒരു ക്യാഷോ കാര്യങ്ങളോ അതായത് നമ്മൾ പറ്റിച്ച് ചതിച്ചൊക്കെ എത്തിച്ചു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കായിട്ട് കരുതി വെക്കുമ്പോൾ അത് മക്കൾക്ക് ഉപകാരപ്പെടുമോ? മറ്റൊരാളുടെ കണ്ണീരിൻ്റെ ശാപം മക്കളിലോട്ട് ഇട്ട് കൊടുക്കണോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ പല കാര്യങ്ങളും ഞാൻ വിട്ടുവീഴ്ച ചെയ്യാറുണ്ട്. അതേപോലെ നമ്മൾ വേദനിപ്പിച്ചവരെ പോലും കർമ്മയിലോട്ട്, അതായത് അള്ളാഹുവിൻ്റെ നമ്മുടെ രക്ഷിതാവിന് മാത്രമാണ് അതിലൊരു തീരുമാനം എടുക്കാനുള്ള അവകാശമുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് കർമ്മക്ക് വിട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് തന്നെ. പറഞ്ഞിട്ട് ബോറടിക്കുന്നുണ്ടോ? ഒരുപക്ഷെ ബോറടിക്കുന്നുണ്ടാവും. എന്നാലും ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ജദ്ദാഫിൽ പോയതായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കാട്, കടൽ, പുഴ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതേപോലെ പച്ചപ്പ്, ചെടി കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂരം വഴി പോകണമെന്നില്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലുലു തന്നെയാണ് എല്ലാ വീക്കെൻഡിലും പോവാറ്. മോൻക്കാണെങ്കിൽ അത് പറയുമ്പോൾ ലുലു തന്നെയാണ് പോകണമെന്ന് പറയുമ്പോൾ മൂത്താൾക്കൊരു ഇത്തിരി വേറെ എങ്ങോട്ടെങ്കിലും പോകാമെന്ന് പറയും. ഞാൻ പറയും വേണ്ട, നമുക്ക് ഇവിടെ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകാം, ലുലുവിൽ പോകാമെന്ന് പറയും. എല്ലാ സൺഡേയിലും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ ഹസ്ബൻഡ് പറയും നമുക്ക് എങ്ങോട്ടെങ്കിലും മാറി പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതായിരുന്നു കേട്ടോ. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4 വർഷമായിട്ടുണ്ട് ഞാൻ നാട്ടിൽ പോയിട്ട്. 4 വർഷം 20 ദിവസം, അതായത് ഒരു 4 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജൂണിലായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ബാക്ക് പെയിനായിട്ട് ആ ഒരു വർഷത്തിൽ തന്നെ രണ്ട് തവണ അടുപ്പിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ നാട്ടിൽ പോവാതിരിക്കാറില്ല കേട്ടോ. ഒരു വർഷത്തിൽ തന്നെ ചിലപ്പോൾ ജൂണിൽ വെക്കേഷൻ വന്നു കഴിഞ്ഞാൽ ജൂലൈ ഓഗസ്റ്റ് നാട്ടിൽ നിന്ന് വീണ്ടും ഞാൻ ഡിസംബറിൽ പോവും. അങ്ങനെയൊക്കെയാണ്. ഇതിപ്പം എന്താ പറയുക, ഒരുപാട് ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ പലരുടെയും വിഷമങ്ങൾ കേൾക്കാനായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ പെട്ടുപോകാന്നുള്ളൊരവസ്ഥ ഉണ്ടാവില്ലേ. അങ്ങനെ പെട്ടതാണ് കേട്ടോ. ഒരു സുഹൃത്തിന് കടം കൊടുത്തതായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു, 6 പവനാണ് കൊടുത്തത്, 6 സംതിങ്. അപ്പോൾ അതിനെ ഞാൻ കൂടപ്പറപ്പിനെ പോലെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് ആയിത്താനെ. പക്ഷേ ആയിത്ത എന്നെ ഇങ്ങനെ മാനസികമായിട്ട് വേദനിപ്പിക്കുന്നു ഞാൻ ആലോചിച്ചില്ല. ഹസ്ബൻഡ് അത് എന്നോട് പറയുന്നുണ്ടായിരുന്നു, അവർ നിന്നെ വേദനിപ്പിച്ചതിന് നീ ഇങ്ങനെ ടെൻഷൻ അടിച്ച് സമയം കളഞ്ഞ് നാട്ടിലൊന്നും പോകാതിരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. പക്ഷേ ഞാൻ ആലോചിച്ചു, ഹസ്ബൻഡിന് ആ ഒരു 6 പവന് പകരം ഞാൻ നാട്ടിൽ പോവാതെ അത് പകരം കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് നാട്ടിൽ പോവാതെ ആ ടിക്കറ്റിൻ്റെ പൈസ അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ നാട്ടിൽ പോകാത്തത്. പിന്നെ മാനസികമായിട്ട് ആളുകളെ വിശ്വസിക്കാൻ പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുമായിരുന്നു. അപ്പം ഒരു ചതി കിട്ടിയപ്പോൾ അതിൽ തകർന്നു പോയൊരവസ്ഥ ഉണ്ടാവില്ലേ, അങ്ങനെയൊക്കെ. അപ്പോൾ നാട്ടിൽ പോകാത്ത വിഷമം ശരിക്കും പറഞ്ഞാൽ മക്കൾക്ക് ശരിക്കും ഉണ്ട്. ചെറിയ ആൾക്ക് അറിയില്ലെങ്കിലും മൂത്താൾക്ക് നല്ലോണം ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ഈ ഒരു ജീവിതത്തിൽ ഒരുപാട് തിരിച്ചറിവുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ വേദനിപ്പിച്ചവനെ പോലും കർമ്മക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ് കേട്ടപ്പോൾ. കാരണം ജീവിതം വളരെ ചെറുതല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോസ് ആയിട്ട് വരണ്ട കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം. ഓക്കെ.